സിഡ്നിയിലെ കൂട്ടവെടിവയ്പിൽ പരിക്കേറ്റവരിൽ ഹമാസ് ഭീകരാക്രമണത്തെ അതിജീവിച്ച വ്യക്തി. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം അടുത്തിടെയാണ് ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറിയത്. ഓസ്ട്രേലിയയിലും ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. സിഡ്നിയിൽ ഭീകരർ ലക്ഷ്യം വെച്ച ജൂതരുടെ ഹനുക്ക ആഘോഷത്തിൽ ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ഹമാസ് ഭീകരാക്രമണത്തെ അതിജീവിച്ച വ്യക്തിയുമുണ്ടായിരുന്നു. ബോഡി ബീച്ചിൽ നടന്ന ഭീകരാക്രമണത്തിൽ ജൂത സമൂഹ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ആഴ്സൻ ഓസ്ട്രാവിസ്കിക്കും സാരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. അടുത്തിടെയാണ് ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറിയത്. ഓസ്ട്രേലിയയിലും ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടാകുമെന്നും അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുമാണ് രക്തം പുരണ്ട മുഖവുമായി ആഴ്സൻ പറഞ്ഞത്. താൻ കുടുംബത്തോടൊപ്പമായിരുന്നു. ഹനുക്ക ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ വന്നിരുന്നു. കുട്ടികളും പ്രായമായവരും തങ്ങളുടെ കുടുംബങ്ങൾക്കൊപ്പം സന്തോഷത്തിലായിരുന്നു. പെട്ടെന്നാണ് എല്ലായിടത്തു നിന്നും വെടിയൊച്ചകൾ കേട്ടത്. ആളുകൾ ചിതറിക്കിടക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും എവിടെ നിന്നാണ് വെടിയൊച്ച വരുന്നതെന്നും തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജൂത സമൂഹത്തോടൊപ്പം ആയിരിക്കുവാനും ജൂത വിരുദ്ധതയ്ക്കെതിരെ പോരാടുവാനുമായിട്ടാണ് 2 ആഴ്ചയ്ക്ക് മുൻപ് താൻ ഓസ്ട്രേലിയയിൽ എത്തിയതെന്ന് ആഴ്സൻ പറഞ്ഞു. ഇതിലും മോശമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ഇതിനെയും നമ്മൾ മറികടക്കും. ഇത് ചെയ്തവരെ പിടികൂടുമെന്നും ആഴ്സൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.